ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ നമ്മളിപ്പം ഈ ഇവൻറ്റിൻ്റെ പേരെന്താ, ടെസ്റ്റിംഗ് മൈ ലിമിറ്റ് #1. ഇതിലിപ്പോൾ 14 മാച്ച് കളിച്ചു. 14ലും ഒരു മാച്ച് ഡ്രോ ആയി, ബാക്കി 13 വിന്നായിട്ടുള്ളത്. അപ്പോൾ ലാസ്റ്റത്തെ മാച്ചാണ്, അപ്പോൾ അത് റെക്കോർഡ് ചെയ്തിട്ട് ഇടാമെന്ന് വിചാരിച്ചു. യെസ്, അപ്പം നമ്മളിപ്പം നല്ല ഗോൾ ഡിഫറൻസ് ഒന്നും ഇല്ല, അതാണ് പ്രശ്നം. പക്ഷേ ടോപ്പിലെത്താൻ കഴിയും, ഒരു 150 ഒക്കെ എത്തുമെന്ന് തോന്നുന്നു. നോക്കട്ടെ, ഇത് ജയിച്ചാൽ ഒരു 150 160 ഒക്കെ എത്തുമായിരിക്കും. ഓക്കെ, എന്തായാലും ഒപ്പോണൻ്റ് വന്നിട്ടുണ്ട്. ഒപ്പോണൻ്റ് 2989 ഉള്ളൂ. ഇതിലിപ്പോൾ ഇങ്ങനത്തെയാണ് ഗുണം ഗൈസ് എനിക്ക്. പക്ഷേ അധികം കിട്ടിയത് 3100 സംതിങ് ഉള്ളതിനാണ്. പക്ഷെ 1 2 അങ്ങനെയൊക്കെ അടിക്കാൻ പറ്റിയുള്ളൂ. അങ്ങനെയുള്ള ഒരു കുഴപ്പം കൊണ്ടാണ് ഗോൾ ഡിഫറൻസും കുറവാണ് ഇടാം. ബാക്കി 4-1-2-3 നല്ല ഫോർമേഷനാണ് അപ്പുറത്ത്. ഓക്കെ, അപ്പം നമ്മളെ മാച്ച് തുടങ്ങിയിട്ടുണ്ടായി. വിഗോ, റുമി, ഡിയോങ്, പെഡ്രി ഗൈസ്, എംബാപ്പേ, പെഡ്രി, ഡിയോങ്, പാസ്റ്റ് എംബാപ്പേ, റുമി, പാസ്റ്റ് എംബാപ്പേ. പക്ഷെ അതൊന്നും നടന്നിട്ടില്ലല്ലോ. ഓക്കെ, മൾഡിനി എടുത്തിട്ടുണ്ട്. പെഡ്രി, മെസ്സി, എംബാപ്പേ, റുമി ആൻഡ് മെസ്സി. ലെറ്റ്സ് ഗോ. എന്തെങ്കിലും ഓടിക്കാൻ പറ്റണേ. ക്രോസ്, എംബാപ്പേ. ഓക്കെ, നൈസ് ഗോൾ. എൻ്റെ പൊന്നോ, ഞാൻ വെച്ചാൽ അതും പുറത്തേക്ക് അടിച്ചിരുന്നു. എടാ, അറ്റാക്ക് ചെയ്യാൻ കഴിയുന്നില്ലടാ. അവൻ നല്ല ഡിഫെൻഡിങ് ആണ്, അത്യാവശ്യം നല്ല രീതിയിൽ ഡിഫെൻഡ് ചെയ്തു ഇത്രയും നേരം. ഓക്കെ, കൊഡ്രാഡോ, പെഡ്രി, നൈസ് ടു എംബാപ്പേ. എംബാപ്പേ ഡബിൾ ടച്ച്, നൈസ്. ഡബിൾ ടച്ച് അഗെയിൻ. ചോപ്റ്റാണെങ്കിൽ കിട്ടൂടാ. എംബാപ്പേ. പക്ഷെ അതും മിസ്സാലോടാ. ഇതെന്താ ഇങ്ങനെ, അറ്റാക്കൊന്നും കിട്ടുന്നില്ല ഗൈസ്. എന്തായാലും 4 ഗോളെങ്കിൽ എല്ലാ കളി ഇട്ടാലും, മിക്കവാറും 4 അല്ല 6 ഗോളും എല്ലാ കളി ഇട്ടാലും ടോപ്പ് 100 എത്താൻ കഴിയുള്ളൂ എല്ലാ കളിയും. അവസ്ഥ. ഓക്കെ, മാൾഡീനി, മെസ്സി. എടാ, ഇപ്പോൾ ഒന്ന് മേടിച്ചിട്ടുണ്ടെങ്കിൽ അത് തീരുമാനമാവുമായിരുന്നു. കുഴപ്പമില്ല, എന്നാലും സോണെല്ലാം ഇട്ടിട്ടുണ്ട്. കോർണറാണ്, സീനാവുന്നുണ്ട്. അവൻ നല്ല ഡിഫെൻഡിങ്ങും ആണ്, അത്യാവശ്യം കളിക്കുന്നുമുണ്ട്. ഇതൊക്കെയാണ് കുഴപ്പം. ഈ നൂബ്സിനൊന്നും എനിക്ക് കിട്ടുന്നില്ലല്ലോ ഇവിടെ. ഓക്കെ, ക്യാച്ച് റുമി, കിട്ടില്ല കൗണ്ടർ ചാൻസ്. ലെറ്റ്സ് ഗോ. പെഡ്രി, എംബാപ്പേ, പാസ്റ്റ് റുമി. എംബാപ്പേ എവിടോ. ഓക്കെ, മെസ്സി. എടാ, എന്തെന്നാണ് ഇതൊക്കെ. എൻ്റെ പൊന്നോ. സ്റ്റിൽ 1-0 ആണ്. 1-0 ജയിച്ചിട്ടുണ്ട്. എന്തായാലും 14 മാച്ച് വിന്നാവും ഇത് കളി ജയിക്കുവാണെങ്കിൽ. ടോപ്പ് 200 അങ്ങനത്തായിരിക്കും ചിലപ്പോൾ. 2 ഗോൾ ഡിഫറൻസിന് ചിലപ്പോൾ മേലോട്ട് വരും, അറിയില്ല എത്രയാവും. 200 അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും. ഞാൻ നോക്കിയിട്ടില്ല. നേരത്തെ നോക്കിയപ്പം ടോപ്പ് 100ൽ 14 വിന്നും ഒരു ഡ്രോ ഉണ്ട്. പക്ഷെ അവർക്ക് നല്ല ഗോൾ ഡിഫറൻസ് ഉണ്ട്. റോഡ്രി, മെസ്സി, റുമി. കമോൺ റുമി, ബാക്ക്. ഇല്ല, ഒന്നും നടക്കുന്നില്ല. നല്ല ഡിഫെൻഡിങ് ആണ് അപ്പുറത്ത്. ഓക്കെ, എംബാപ്പേ ഡബിൾ ടച്ച് ആൻഡ് ബൂം. ഓ, ഫൈനലി ഗൈസ്, വാട്ട് എ ഗോൾ മാൻ. എംബാപ്പേ. ആ സീനായിരുന്നു, അത് അടിപൊളി ഗോളായിരുന്നു. 1 ടച്ച് പാസ് ആൻഡ് ബൂം. എംബാപ്പേ അങ്ങനെ 2ാമത്തെ ഗോൾ അടിച്ചിട്ടുണ്ട്. എങ്ങനെയല്ലോ 2 ഗോൾ അടിച്ചിട്ടുണ്ട്. ഇത് കട്ട ടീം കുറച്ചേ ഉണ്ടാവും തോന്നുന്നു. ഇതിൽ അറ്റാക്കൊന്നും ഇല്ലല്ലോ മര്യാദയ്ക്ക്. 5 ആളെ മാറ്റിയിട്ടുണ്ട്. നെയ്മർ, ലൗട്ടാറോ, പിന്നെ ഹൊലുണ്ട്, അതേപോലെ ഗ്രീസ്മാൻ, വിൽഷെയർ. 5 ആളാണ്. ഞാൻ ഈ ഇവൻറ്റ് കളിക്കുമ്പോൾ ഞാൻ എന്താ ചെയ്യലെന്ന് വെച്ചാൽ 4-2-2 കളിക്കും. എന്നിട്ട് അഥവാ ഒരു മിനിറ്റ് ഇത് ഗോൾ അടിക്കാൻ നോക്കട്ടെ. മെസ്സിയാണ് ഫ്രീ കിക്ക് എടുക്കുന്നത്. ആൻഡ് ഓക്കെ, 4-2-2 കളിക്കും. എന്നിട്ട് അഥവാ അവരെ ഒരു ഗോൾ അടിക്കുമോ അല്ലെങ്കിൽ നമുക്ക് ഗോൾ അടിക്കാൻ പറ്റാണ്ട് നോക്കുമ്പോൾ ഞാൻ 4-2-2 4-1-1-4 ആക്കും ഗൈസ്. നല്ല അറ്റാക്കിങ് കിട്ടും. ചേഞ്ച് ആക്കുന്ന ടൈം. ഫസ്റ്റ് ടൈം കളിക്കുമ്പോൾ ചിലപ്പോൾ അവൻ്റെ അറ്റാക്കിങ് എൻ്റെ ഡിഫെൻസൊക്കെ പൊട്ടിച്ച് പണ്ടാറടക്കും. ഞാൻ കളി നോക്കിയിട്ട് ഇപ്പോൾ ഫോർമേഷൻ ചേഞ്ച് ആക്കല്. അതുകൊണ്ട് നല്ല ഉപകാരമുണ്ട്. എടുക്ക് കോസ്റ്റൊക്കെ കൊടുത്ത. നൈസ്. വൺ മോർ ഗോൾ നീഡഡ് ഗൈസ്. 2 ഗോൾസ് ഒന്നും 3 പോലും പോരാ. 5 എങ്കിലും അടിക്കണം അറ്റ്ലീസ്റ്റ്. എടാ ഇതെന്താടാ ഇവരൊക്കെ ഇങ്ങനെ പുട്ടം കളി കളിക്കുന്നത്. ഓക്കെ, ഗോളുണ്ട്.
നൈസ്. ഓക്കെ, ലൗട്ടാറോ ഫ്രീ പാസ് ടു നെയ്മർ. എടാ നെയ്മർ. ഓക്കെ, പാസ് ടു ലൗട്ടാറോ. നൈസ് പാസ് ആൻഡ് ഫിനിഷ്. യെസ്, അതിന് സെറ്റായി ഐസാക്ക. അപ്പോൾ 3 ഗോൾ അടിച്ചിട്ടുണ്ട്. എന്തായാലും 45 അങ്ങാണ്ടാവും തോന്നുന്നു. എൻ്റെ മോനെ, ഫൈനലി അങ്ങനെ അത് തീർത്ത. 15 മാച്ച് 14 വിന്ന്, ഒരു ഡ്രോ. ആ ഒരു ഡ്രോ ഇല്ലെങ്കിൽ ടോപ്പിലെത്തുമായിരുന്നടാ, എന്തായാലും ടോപ്പിലെത്തായിരുന്നു. പക്ഷെ അത് പോയി, കുഴപ്പമില്ല. ഇപ്പോഴും ടോപ്പിൽ തന്നെയാണ്. 150 170 ഉള്ളിലുണ്ടാവും തോന്നുന്നു. നോക്കണം എത്ര ഉണ്ടാവുമെന്ന്. ഓക്കെ, അപ്പോൾ നമ്മൾ 121-ലാണുള്ളത്. 14 വിന്ന്, ഒരു ഡ്രോ, 46 ഗോൾ ഡിഫറൻസ്. അത്രയേ ഉള്ളൂ. അത് കുറച്ചും കൂടി കൂട്ടണം. ഞാൻ ചിലപ്പോൾ ഇനിയും കളിക്കും, അപ്പോൾ ഇതൊന്നും ഉണ്ടാവില്ല. പക്ഷേ ടോപ്പ് 1000 എങ്ങനെയെങ്കിലും പിടിക്കണം. ഇപ്പോൾ 121 അല്ലല്ലേ, 100ൻ്റെ ഉള്ളിലെത്തിയാണെങ്കിൽ ഞാൻ പിന്നെ അനക്കൂലായിരുന്നു. പക്ഷെ 121 ആണല്ലേ, അപ്പോൾ ടോപ്പ് 1000 എന്തായാലും പിടിക്കാൻ കഴിഞ്ഞാൽ മതിയായിരുന്നു. ഇല്ലേ ഞാൻ ഇനിയും കളിച്ചുണ്ടാക്കേണ്ടി വരും. നോക്കാം. ടോപ്പ് 1000 ആണെങ്കിൽ മറ്റേ ബാഡ്ജ് കിട്ടും, ടോപ്പ് 100 ആണെങ്കിൽ മറ്റേ 100ൻ്റെ ബാഡ്ജ് കിട്ടും. അപ്പോൾ നിങ്ങൾ ഈ ഇവൻറ്റ് കളിച്ചിട്ട് നിങ്ങൾ എത്രമാത്രം റാങ്ക് ഉള്ളതെന്ന് വെച്ചാൽ കമൻറ്റ് ചെയ്ത് പറയാം. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ് ഗൈസ്. നെക്സ്റ്റ് വീഡിയോ. ബൈ.